നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. തിരഞ്ഞെടുപ്പിൽ മത്സരം രാഷ്ട്രീയമാണ്, വ്യക്തിഗതമല്ലെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLA. നിയമസഭയ്ക്ക് അകത്തും പുറത്തും ജനപക്ഷത്ത് നിന്നുകൊണ്ട് പിണറായി സർക്കാരിൻ്റെ ദുഷ്ചെയ്തികൾ UDF തുറന്നു കാട്ടിയിട്ടുണ്ട്. തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടും ഉപതെരഞ്ഞെടുപ്പുകളിൽ ജനവികാരം എവിടെ നിൽക്കുന്നുവെന്ന് നാം കണ്ടതാണെന്നും ഉപതെരഞ്ഞെടുപ്പിൽ UDF-നാണ് മേൽക്കൈ നേടാൻ സാധിച്ചത്. അത് നിലമ്പൂരിലും ആവർത്തിക്കും. UDF-ന്റെ ആത്മവിശ്വാസം വലുതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ചേലക്കരയിലും LDF-ന്റെ ജനപിന്തുണ ഗണ്യമായി കുറയുകയാണ് ചെയ്തത്. ലോക്സഭ, അസംബ്ലി, തദ്ദേശ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-നാണ് മേൽക്കൈ നേടാൻ സാധിച്ചത്. അത് നിലമ്പൂരിലും ആവർത്തിക്കും. UDF-ന്റെ ആത്മവിശ്വാസം വലുതാണെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. ഏതാണ്ട് അദ്ദേഹത്തിൻ്റെ പോക്ക് അങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമില്ല. ഇന്നലെ അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു, ഇന്ന് മത്സരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകളിലെ ഈ ഒരു ചാഞ്ചാട്ടം നമുക്ക് വളരെ വ്യക്തമാണ്. UDF LDF-ന്റെ ദുർഭരണത്തിനെതിരെയുള്ള ജനവികാരത്തെ പൂർണ്ണമായും ഏകോപിപ്പിക്കാനാണ് UDF ശ്രമിക്കുന്നത്. UDF-ന്റെ ആ ശ്രമത്തിൽ ജനങ്ങൾ UDF-നൊപ്പം നിൽക്കും. നമുക്കെല്ലാം അറിയാം, വൻ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് ജയിക്കുക തന്നെ ചെയ്യും. പിന്നെ ഓരോട്ടെങ്കിലും കിട്ടേണ്ടത് കിട്ടുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ചെറിയ കുറവുണ്ടാകും, മാത്രമാണ്. അതായത് അൻവർ മത്സരിച്ചാലും UDF-ന് പ്രശ്നമില്ല. അല്ല, ഉറപ്പല്ലേ, വിജയവും വൻ ഭൂരിപക്ഷത്തിലുള്ള വിജയം ഉറപ്പാണ്. മത്സരം നമുക്കറിയാം രാഷ്ട്രീയമാണ്, വ്യക്തിഗതമല്ല. നിലവിലുള്ള സർക്കാരിൻ്റെ ദുഷ്ചെയ്തികളാണ് തുറന്നു കാട്ടുന്നത്. അത് UDF നിയമസഭയ്ക്കകത്തും പുറത്തും അതിശക്തമായിട്ട് ജനപക്ഷത്ത് നിന്നുകൊണ്ട് തുറന്നു കാട്ടുന്നുണ്ട്. സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തി വിചാരണ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കണ്ടു. പാലക്കാട് ഏറ്റവും അവസാനം കണ്ടു, പുതുപ്പള്ളിയിലും തൃക്കാക്കരയും, ഈവൻ ചേലക്കര പോലും നമ്മളത് കണ്ടു. ജനവികാരം എവിടെ നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നിടത്തൊക്കെ UDF-നാണ് മേൽക്കൈ നേടാൻ സാധിച്ചത്. അത് നിലമ്പൂരും ആവർത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിലെ ഒരോട്ട് പോലും നഷ്ടപ്പെടാതിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷേ രാഷ്ട്രീയമാണ്, എല്ലാം ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മാത്രം വരണമെന്നില്ല. എങ്കിലും UDF-ന്റെ ആത്മവിശ്വാസം ഒരു നിലയിലും കുറയുന്നില്ല, 10 മടങ്ങ് വർദ്ധിച്ച് തന്നെയാണുള്ളത്. ഞങ്ങളാണ് ആദ്യം തുടങ്ങിയത്, സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. അടുക്കും ചിട്ടയിലുമുള്ള പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ആദ്യം മത്സരിക്കില്ലെന്നും പിന്നീട് മത്സരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതോടെ അൻവറിന്റെ നിലപാടിലെ ചാഞ്ചാട്ടം വ്യക്തമാണ്. LDF ഭരണത്തിനെതിരായ ജനവികാരത്തെ ഏകോപിപ്പിക്കാനാണ് UDF ശ്രമിക്കുന്നത്. ആ ശ്രമത്തിൽ ജനം UDF-നൊപ്പം തന്നെ നിൽക്കും. വൻ ഭൂരിപക്ഷത്തിൽ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത് വിജയിക്കും. PV അൻവറിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സന്ദർശിച്ചത് കോൺഗ്രസിന്റെയോ UDF-ന്റെയോ നിർദ്ദേശപ്രകാരമല്ല. അതൊരു സൗഹൃദ കൂടിക്കാഴ്ച മാത്രമായിരുന്നുവെന്ന് കരുതുന്നു. പിണറായിക്കെതിരായ പോരാട്ടത്തിൽ ശക്തമായ ജനകീയ ഐക്യം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ നിരവധിയാണ്. ആ തലത്തിലുള്ള പ്രതിഫലനമായിരിക്കാം സന്ദർശനം. രാഹുൽ മാങ്കൂട്ടത്തിലുമായി താൻ ബന്ധപ്പെട്ടിട്ടില്ലെന്നും സണ്ണി ജോസഫ് വ്യക്തമാക്കി. അൻവറിനെ UDF-മായി സഹകരിപ്പിക്കുമോ എന്ന ചോദ്യത്തിന് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണതെന്ന് പ്രതികരിച്ച സണ്ണി ജോസഫ് പായസത്തിന് മധുരം എത്ര കൂടിയാലും അധികമാകില്ലെന്നും കൂട്ടിച്ചേർത്തു. ഉപതെരഞ്ഞെടുപ്പിൽ വിജയത്തെ സംബന്ധിച്ച് ഒരു തരത്തിലുമുള്ള ആശങ്കയും കോൺഗ്രസിനും UDF-നുമില്ല. പിണറായി സർക്കാരിനെതിരായ പോരാട്ടത്തിൽ എത്രയാളുകൾ കൂടെ നിൽക്കുന്നുവോ അത്രയും നല്ലതാണെന്നും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒപ്പം YouTube ചാനൽ സന്ദർശിക്കുക. വാർത്തയുടെ അവസാനിക്കുന്നില്ല, മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നമസ്കാരം.